ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റ് ലവേഴ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഫ്രണ്ട്സേ, ക്രിസ്മസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തകർത്തില്ലേ? ഭംഗിയായിട്ട് ആഘോഷിച്ചെന്ന് വിശ്വസിക്കട്ടെ. വൺസ് അഗെയിൻ മേരി ക്രിസ്മസ് ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക് അൽഗോ ട്രേഡ്. എന്താണ് അൽഗോ ട്രേഡ്? അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്നും നമ്മൾ ടെക്നിക്കൽ വ്യൂവും സ്റ്റോക്സും അതുപോലെ മാർക്കറ്റ് ഓവർവ്യൂ ഒക്കെയാണ്. ഓക്കെ, സോ ഇന്ന് സാറ്റർഡേ ആണ്. സോ ഐ തോട്ട് ഒരു ക്യാപ്സ്യൂൾ വീഡിയോ, നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയാത്തവർക്കായി. പലർക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയില്ല, പലർക്കും നല്ല 60% ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ധാരണയില്ല. എന്താണ് അൽഗോ ട്രേഡ്? ഇതറിയപ്പെടുന്ന പല അൽഗോറിതമിക് ട്രേഡ്, റോബോട്ട് ട്രേഡ്, സിസ്റ്റം ട്രേഡ് ആൻഡ് ബ്ലാക്ക് ബോക്സ് ട്രേഡ്. എന്തൊക്കെയായാലും മെയിനായിട്ട് അറിയപ്പെടുന്നത് അൽഗോ ട്രേഡ് എന്ന് തന്നെയാണ്. ട്രേഡിങ് എന്താണെന്നറിയാം, വാങ്ങൽ വിൽക്കൽ. സോ അൽഗോ ആണ് പ്രോബ്ലം അറിയാത്തത്. അൽഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നത്തിങ്, അതൊരു പ്രോഗ്രാമാണ്, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം വിച്ച് വി ക്രിയേറ്റ്സ്. അതായത് നമ്മളുടെ സ്ട്രാറ്റജീസും ഐഡിയാസും ഓക്കെ ആ പ്രോഗ്രാമിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ലേമൻ ടൈംസിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നമുക്ക് ഇപ്പോൾ റിലയൻസിൻ്റെ ഒരു 2000 നമുക്ക് ട്രേഡ് എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ നമ്മൾ 2000 ട്രേഡ് ഇന്നാവുന്നു ആൻഡ് 1.5% ഓർ 3% നമുക്ക് ലാഭം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എക്സിറ്റ് ആവണം. അതും നമ്മൾ സെറ്റ് ചെയ്യുന്നു. അതുപോലെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നു. ഇനി വേറെ സ്ട്രാറ്റജി പ്രകാരം 52 ലോ ഓർ 52 വീക്സ് ഹൈ ഓക്കെ അങ്ങനെയുള്ള ഇതിൽ സെറ്റ് ചെയ്യാം. 20 ഡേ മൂവിങ് ആവറേജ് ഓക്കെ. ഇതെല്ലാം എങ്ങനെയാണ് ഓരോരുത്തരുടെ സ്ട്രാറ്റജി, ആ സ്ട്രാറ്റജിയെല്ലാം നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ആൻഡ് യു ക്യാൻ ബാക്ക് ടെസ്റ്റ് ആൾസോ ഈ സ്ട്രാറ്റജി. എന്നിട്ട് അതിൽ നിന്ന് ഒരു നല്ലൊരു സ്റ്റഡി നടത്തിയതിന് ശേഷം, അനലൈസേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ലൈവ് ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാം. ഓക്കെ, സോ ഇത് ഭയങ്കര യൂസ്ഫുൾ കാര്യമാണ്. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ നടക്കുന്ന 65% ട്രേഡും അൽഗോറിതമിക് ട്രേഡിങ്ങിലൂടെയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല. സോ HNIs, DIs, FIs ഓക്കെ, ഇവരെല്ലാവരും അൽഗോണ്, ഓട്ടോമേറ്റഡ് ട്രേഡിങ്ങാണ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഫ് യു ഗോ ടു യു എസിൽ നോക്കി കഴിഞ്ഞാൽ 95%, മോർ ദൻ 95% അൽഗോ ട്രേഡിങ്ങിലൂടെയാണ് ഇപ്പോൾ റൈറ്റ് നൗ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഈസ് ഫ്യൂച്ചർ. ആക്ച്വലി ഇതാണ് ഫ്യൂച്ചർ. അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ മാനുവൽ കംപ്ലീറ്റ്ലി റിമൂവ് ആയിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻസ് വികസിക്കുകയും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നമ്മൾ തന്നെ ആൽഗോയിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഒരു സംശയം വേണ്ട. ഇതിലുള്ള അഡ്വാൻറ്റേജസ് ഒത്തിരി ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ട്. സോ ആദ്യം അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ, ആദ്യത്തെ ഒരു മെയിൻ അഡ്വാൻറ്റേജസ്, അതായത് നമ്മളുടെ ഇമോഷൻസിനെ വളരെയധികം കൺട്രോൾ ചെയ്യും. വൺസ് യു ഇംപ്ലിമെൻറ്റ് ദ സിസ്റ്റം വിൽ ടേക്ക് യു. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ കാര്യം. നമ്മളുടെ സ്ട്രാറ്റജി സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ട്രേഡിങ് അവർ നോക്കിക്കോളും. നമ്മൾ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മോണിറ്ററിൻ്റെ മുന്നിലിരുന്ന് വേർത്ത് കുളിച്ച് അല്ലെങ്കിൽ വിറച്ച് 2000 നമ്മൾ റിലയൻസ് എടുത്തിട്ടുണ്ടാവും, 2010 നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സ്റ്റോപ്പ് ലോസ് 1995 വെച്ചിട്ടുണ്ടാവും. 98 എത്തുമ്പോഴേക്കും നമ്മൾ അങ്ങോട്ട് എക്സിറ്റ് ആവും. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോൾ, അയ്യോ 98 എത്തണ, അത് ഹിറ്റായില്ല, നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായില്ല. അതേസമയം റിലയൻസ് 2020 എത്തുകയും ചെയ്തു. അവിടെ നമുക്ക് ഭയങ്കര ലോസ് വന്നത്, അത് ബിക്കോസ് ഓഫ് നമ്മുടെ ഫിയറാണ്. അതുപോലെ തന്നെയാണ് ഗ്രീഡ്. ഓക്കെ, നേരെ ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കും. സോ നമുക്ക് നമ്മളുടെ ഒരു സ്ട്രാറ്റജി പെർഫെക്റ്റായിട്ട് ഇതിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ബി ഇൻ പ്രോഫിറ്റ് എൻഡ് ഓഫ് ദി ഡേ, അത് ഉറപ്പാണ്. പിന്നെ ഇതിനെ സംബന്ധിച്ചിടത്തോളം അക്യുറസി ഓക്കെ, അത് 100% ആണ്, അക്യുറേറ്റാണ് 100%. അതിന് മെയിനായിട്ട് കാരണം പറയുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു മാനുവൽ ഒരു ട്രേഡ് എടുക്കുമ്പോൾ ഒരു 100-ലാണ് ഒരു ട്രേഡ് എടുക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓടിപ്പോയി കുത്തിപ്പിടിച്ച് വരുമ്പോഴേക്കും അത് 103 ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മൾ എക്സിറ്റ് ആവുന്ന ടൈമിലും 105 എക്സിറ്റ് ആവുന്നതായിരിക്കും. പക്ഷേ നമ്മൾ എക്സിറ്റ് ആയിട്ട് കഴിഞ്ഞ് നമ്മൾ PNL നോക്കുമ്പോൾ അത് 103 എക്സിറ്റ് കാണിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ ഭയങ്കരമായിട്ട് ഒഴിവായിരിക്കും. സോ അഗെയിൻ 100% ഷാർപ്പ് ആൻഡ് അക്യുറേറ്റ്. പിന്നെ ഫാസ്റ്റ്, അതായത് സ്പീഡിൻ്റെ കാര്യം പറയുകയാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഹ്യൂമൻ ചെയ്യുന്നതിനേക്കാൾ 200 മടങ്ങ് കൂടുതൽ സ്പീഡിൽ അൽഗോയ്ക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും. അതായത് ടു ബി പ്രിസൈസ്, മില്ലി സെക്കൻഡ്സാണ് എടുക്കുന്നത്, മില്ലി സെക്കൻഡ്സ്.
എൻ്റർ ആവാനും എക്സിറ്റ് ആവാനും. ഒരു എക്സാമ്പിൾ പറയുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓപ്ഷനിലോ ഫ്യൂച്ചറിലോ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് എ ടൈം ഒരു 4 സ്റ്റോക്ക് മാക്സിമം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ കൂടുതൽ ഞാൻ പോകാറില്ല, എനിക്കറിയില്ല മറ്റുള്ളവരുടെ കാര്യം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ എന്നെ സംബന്ധിച്ചിടത്തോളം. എക്സിറ്റ് ആവാനോ അല്ല എൻ്റർ ആവാനൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പ്രൈസ് ടൈമിൽ നമ്മൾ വിചാരിച്ചൊന്നും കിട്ടണമെന്നില്ല. സോ ഇതിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറ്റ് എ ടൈം ഒരു 20 200 ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് അത് എൻ്റർ ചെയ്യാൻ പറ്റും, ട്രേഡ് ചെയ്യാൻ പറ്റും. സോ അതെല്ലാം ഭയങ്കര ഒരു അഡ്വാൻറ്റേജസാണ്. FIS ഒക്കെ ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇത് ആളുകൾക്ക് മുന്നേ അവർ ഒരാൾ വെച്ചിട്ടല്ല അവർ ഓപ്പറേറ്റ് ചെയ്യാറ്. അവർ എൻറ്റയർലി അവരുടെ ടീമുണ്ടാവും. 10-25 ആൾക്കാരാണ് അറ്റ് എ ടൈം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, FISനും DISൻ്റെ ഒക്കെ. ഓക്കെ, അവരൊക്കെ അങ്ങനെയാണ് അവരുടെ ഒരു ഓപ്പറേഷൻസ് നടന്നുകൊണ്ടിരുന്നത്. അതേസമയം ആൽഗോ വന്നോട് കൂടിയിട്ട് അതൊരു പ്രോഗ്രാം നല്ല സംഭവങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം കാലത്ത് അതെടുത്ത് റൺ ചെയ്യണം. കമ്പ്യൂട്ടറിന് ഫുള്ള് ട്രേഡിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് പല പല പാറ്റേൺസ് ഉണ്ട്. ഓക്കെ, അതനുസരിച്ചിട്ട് അവർ സ്ട്രാറ്റജി മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെന്താ, ട്രേഡിങ് എറേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. നമുക്ക് തന്നെ അത് നമ്മൾ പലപ്പോഴും പല എറേഴ്സും സംഭവിക്കാറുണ്ട്. ബൈക്ക് പകരം സെല്ലിന് പകരം ബൈ, ബാസ്ക്കറ്റ് ഓർഡർ ഇടുമ്പോൾ ക്വാണ്ടിറ്റിക്ക് പകരം എന്താ പറയുക ലോട്ട്, ഒക്കെ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മളിൽ നിന്ന് സംഭവിക്കാറുണ്ട്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു പ്രോബ്ലംസേ നമുക്ക് പ്രതീക്ഷിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ പ്രോഫിറ്റ് ആൻഡ് വിന്നിങ് പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് മോർ ദാൻ ഹ്യൂമൻ ട്രേഡ്. അത് ഒരു പരമമായ സത്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല, അതാണ് സത്യം. സോ ഇതൊക്കെ അഡ്വാൻറ്റേജസ് ആയിട്ട് നമുക്ക് എടുക്കാം. ഇനിയിപ്പോൾ ഡിസഡ്വാൻറ്റേജസ് ഇതിൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഒന്നും പറയാനില്ല, എന്നാലും പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഫ്രണ്ട്സ്, ഇതൊരു പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഇത് വളരെ ഈസിയാണ്. അതായത് CC+ അല്ലെങ്കിൽ പൈത്തണൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഇത് വളരെ ഈസിയാകും. അതേസമയം ഈ പ്രോഗ്രാമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത, അതിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഇനീഷ്യൽ സ്റ്റേജിലൊരു സ്ട്രഗ്ലിങ് മാത്രമാണ്. ബാക്കിയൊക്കെ വളരെ കൂളായിട്ട് ഇപ്പോൾ എത്രയോ സുഖമായിട്ട് ഇതില്ലാണ്ട് ഇപ്പോൾ ഇല്ല എന്നുള്ള ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയാണ്. ഓക്കെ, സോ അതൊരു ഇനീഷ്യൽ ഒരു പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. അത് അത്ര വലിയൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് ഇന്ന് കണക്കാക്കാൻ കഴിയില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം ലേണിംഗ് ആണല്ലോ. ഒരു പ്രോസസ്സിങ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ അതും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ്, അൽഗോസ് അവൈലബിൾ ആണ്. അതായത് നമ്മൾ ഓൺലി സ്റ്റോക്സിൻ്റെ പേര് ഇൻഡെക്സോ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അത് അത്രമാത്രം. അതായത് റിലയൻസിൻ്റെ സ്റ്റോക്കാണ് റിലയൻസ് എന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ഫുള്ളി പ്രോഗ്രാംഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് അവൈലബിൾ ആണ് വിത്ത് സ്ട്രാറ്റജി അടക്കം കേട്ടോ. ബട്ട് ദാറ്റ് ഈസ് ടു എക്സ്പെൻസീവ്, ഭയങ്കര എക്സ്പെൻസീവാണ് അത്. ആൻഡ് അതിന് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ വേറെ ഉണ്ട്. അപ്പോൾ അതും ടു കോസ്റ്റ്ലി. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ അത്രയും ക്യാപിറ്റലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്രയും ലാഭം അതിലുണ്ടാക്കാൻ കഴിയും. സോ അതൊരു നഷ്ടമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമില്ല. ആൻഡ് പിന്നെ വേറെ ഉള്ളത് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് സെമി ഓട്ടോ ആൽഗോ എന്ന് പറയുകയാണ്. അത് സെമിന്, അത് ഫുള്ളി ഓട്ടോമേറ്റഡ് അല്ല. സോ അതിൽ ഭയങ്കരമായിട്ടുള്ള ഡിസഡ്വാൻറ്റേജസിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളിപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 100 റുപ്പീസിൽ ബൈ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മൾ സെറ്റ് ചെയ്തു എന്ന് വിചാരിക്കും ആപ്ലിക്കേഷനിൽ. ഓക്കെ, അപ്പോൾ ഈ 100 റുപ്പീസ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ നമുക്കൊരു നോട്ടിഫിക്കേഷൻ സെൻഡ് ചെയ്യും. ഓക്കെ, അതിലൂടെ നമ്മൾ പെർമിഷൻ കൊടുത്താൽ മാത്രമാണ് അവിടെ അത് ട്രിഗർ ആവുള്ളൂ. ഒരുപക്ഷെ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ എപ്പോഴും ശ്രദ്ധിക്കണമെന്നില്ല. അങ്ങനെ നമ്മൾ മിസ്സായി പോകും. അങ്ങനെ മിസ്സായിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് നമുക്ക് മിസ്സായി. ഓക്കെ, സോ അങ്ങനെ ഒരു 10 ട്രേഡ് ഒരുമിച്ചെടുത്തിട്ട് 10 നോട്ടിഫിക്കേഷൻ വരും. 10നും നമ്മൾ പെർമിഷൻ കൊടുക്കണം. സോ അതൊരു പ്രായോഗികമായിട്ടുള്ളൊരു സംഭവമല്ല. പക്ഷേ ആസ് എ ലേണർ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ അത് കുഴപ്പമില്ല. നമുക്ക് പ്രോഗ്രാം എങ്ങനെ സെറ്റ് ചെയ്യാം, നമ്മുടെ സ്ട്രാറ്റജി എങ്ങനെ നടക്കും, ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടെ സെറ്റ് ചെയ്തിട്ട് ഒരു ബിഗിനർ എന്ന നിലയിൽ നമുക്ക് അങ്ങനെ അതിൽ കൂടെ ട്രേഡ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അൽഗോയിലേക്ക് ഫുൾ അൽഗോയിലേക്ക് മാറാവുന്നതുമാണ്. ജസ്റ്റ് അപ് ടു യു. ഓക്കെ, അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട്.
ഏതിൻ്റെ വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ പ്രോപ്പറായിട്ടുള്ള നല്ല ചാനൽ സെലക്ട് ചെയ്തിട്ട് അതിൽ കൂടെ നമുക്ക് ലേൺ ചെയ്തെടുക്കാവുന്നതുള്ളൂ. അല്ലെങ്കിൽ മുൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കമ്പനിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആൾക്കാർ വന്നിട്ട് ഓക്കെ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇത്രമാത്രം. ഫ്രണ്ട്സ്, ഒരു മെയിനായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ആൽഗോനെ കുറിച്ചിട്ടുള്ളൊരു ഔട്ട്ലയർ മാത്രമാണ്. ഔട്ട്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ പുറന്തോട് മാത്രം. ഓക്കെ, അതായത് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൽഗോ ട്രേഡിംഗ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഉത്തരം പറയാൻ ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തുള്ളത്. ബിക്കോസ് ആൽഗോ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമല്ല, അത് ഒത്തിരി അതിനെക്കുറിച്ചിട്ട് ഒത്തിരി പറയാനുണ്ട്. ഓക്കെ, ആൻഡ് ഒരു അനന്ത സാധ്യതകളുള്ളൊരു സംഭവമാണ് ഈ ആൽഗോ എന്ന് പറയുന്നത്. അതിന് വാസ്റ്റായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് വേണം. ബിക്കോസ് നമ്മളുടെ സ്ട്രാറ്റജിയാണ് നമ്മൾ സിസ്റ്റത്തിൽ ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ കൊടുക്കുന്ന കമൻ്റാണ് സിസ്റ്റം, മനസ്സിലായി, അതനുസരിച്ച് സിസ്റ്റം ട്രേഡ് എടുക്കുക. സോ നമ്മുടെ സ്ട്രാറ്റജി തെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡും തെറ്റാവും. അപ്പോൾ നമ്മൾക്ക് എക്സ്പീരിയൻസ് ആണല്ലോ ഏറ്റവും വലിയ ഗുരു. നമുക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള നോളേജ്, എക്സ്പീരിയൻസ്, അത് വെച്ചിട്ടാണ് നമ്മൾ സ്ട്രാറ്റജി എടുക്കുന്നത്. സോ എക്സ്പീരിയൻസ് ആൻഡ് നോളേജ് ഈസ് മസ്റ്റ്. അതല്ലാതെ നാളെ തന്നെ പോയിട്ട് നിങ്ങളൊരു ആൽഗോ ഇതിൽ പോയിട്ട് നിങ്ങൾ ട്രേഡ് എടുത്ത് തുടങ്ങരുത്. അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, വീണ്ടും നമ്മളും കമ്പ്യൂട്ടറും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ മുന്നിൽ തോൽക്കുന്നത് സ്പീഡിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മുടെ തലയാണ്. അത് എപ്പോഴും ഓർമ്മ വേണം. അല്ലാണ്ട് കമ്പ്യൂട്ടർ സ്വന്തമായിട്ടൊന്നും ജനറേറ്റ് ചെയ്യുന്നില്ല. നമ്മളെന്താണോ ഫീഡ് ചെയ്ത് കൊടുക്കുന്നത് അതനുസരിച്ചാണ് കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത്. പക്ഷേ അത് സ്പീഡിൽ പ്രവർത്തിക്കുന്നത് മാത്രം. സോ അത്ര മാത്രമാണ് ഇതിലുള്ളൊരു ഡിഫറൻസ് വരുന്നത്. അത് ഏതൊരു ഏരിയയിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓക്കെ ഗൈസ്, സോ ഇതൊരു വല്ലാത്തൊരു ഏരിയയാണ്. പിന്നെ ക്യാപിറ്റൽ ഭയങ്കരമായിട്ട് വേണം ഇതിൽ, എന്നാൽ മാത്രമേ അതൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഒരു 20 ട്രേഡ് എടുക്കുക, 20 സ്റ്റോക്കിൻ്റെ 20 ട്രേഡ് എടുക്കുക, അല്ലെങ്കിൽ 200 സ്റ്റോക്കിൻ്റെ 200 ട്രേഡ് എടുക്കുക. ഇതൊന്നും സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ്. ഓക്കെ, സോ സിംപ്ലി നമുക്ക് ഇതൊക്കെ നല്ലൊരു സ്ട്രാറ്റജി അപ്ലൈ ചെയ്തിട്ട് 200 ട്രേഡ് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ എടുക്കാം. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. സോ അത്രമാത്രം ഫ്രണ്ട്സ്. ആൻഡ് പ്ലീസ്, വേറൊരു കാര്യമുള്ളത്, ഞാൻ വേറെ ഒരു പ്ലാറ്റ്ഫോംസിൻ്റെ പേരൊന്നും ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യുന്നില്ല. ബിക്കോസ് നിങ്ങൾക്കത് യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ആരൊക്കെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യണത്, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അതുപോലെ തന്നെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇഷ്ടംപോലെ വീഡിയോസുണ്ട്. സോ അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഓക്കെ, ആൻഡ് please don't forget to subscribe my channel, hit the like button, share it. Money എന്തായാലും അടിച്ചോളൂ. ടിങ്. Happy Sunday, take care.